ഡെയർ കേറ്റഡ് ആസ്പിരൻസ് ഏവരെയും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേറ്റഡ് എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും എന്നറിയാം. ഈ ഒരു പ്രിപ്പറേഷൻസിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ചില മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൽ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻലി ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് കാണാനും പഠിക്കാനുമായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ 4 ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിന്റെ പേരുകളാണ് തന്നിരിക്കുന്നത്. ബ്ലോസം എൻറോട്ട് ഇൻ ടൊമാറ്റോ, സാൻഡ്രോൺ ഡിസീസ് ഇൻ ടുബാക്കോ, സിക്കിൾ ലീഫ് ഡിസീസ്, ടി യെല്ലോ ഡിസീസ്. അതിന്റെ ഏത് മിനറലിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ ഒരു രോഗം വന്നിരിക്കുന്നത്? പ്ലാന്റ് ഡിസീസസ് ആണ് എല്ലാം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പൊ ഇവിടെ തന്നെ 4 പ്ലാന്റ് ഡിസീസസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്ലോറോസിസ്, ഗ്രേ സ്പെക്ക് ഓഫ് ഓട്സ്, മോട്ടിൽ ലീഫ് ഡിസീസ്, വിപ്റ്റെയിൽ ഓഫ് കോളിഫ്ലവർ. അതിന്റെയും ഡെഫിഷ്യൻസി ഏത് മിനറലിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്? 2 ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ മിനറൽ ന്യൂട്രീഷൻ എന്ന ഭാഗത്ത് വരുന്ന നമ്മൾ പഠിക്കേണ്ട പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് 10ലധികം പ്ലാന്റ് ഡിസീസസും അതിന്റെ ഡെഫിഷ്യൻസി ഏത് മിനറലിന്റെ ഡെഫിഷ്യൻസി ആണ് ആ ഒരു രോഗത്തിലേക്ക്, ആ ഒരു ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി ഫോക്കസ് കൊടുത്ത് പഠിക്കാനായി പോകുന്നത്. വെറുതെ കണ്ടുവിടാനുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഇതെല്ലാം പഠിച്ചിട്ട് പോകുക. കാരണം ഇതെല്ലാം നമുക്ക് എക്സാമിലേക്കല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാമിൽ ചോദിക്കുക. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്കത് കാണാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അത് മാച്ച് ദ ഫോളോയിങ് അല്ലാതെയും സ്റ്റേറ്റ്മെന്റ് ലെവലിലും അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ വിപ്റ്റെയിൽ ഓഫ് കോളിഫ്ലവറിന്റെ കാരണം ഏതാണ്, ഏതിന്റെ ഡെഫിഷ്യൻസി ആണ്, അങ്ങനെ വരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോയാലോ? മിനറൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഇൻ പ്ലാന്റ്സ്. ഫസ്റ്റ് വൺ, ബ്ലോസം എൻറോട്ട് ഇൻ ടൊമാറ്റോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം. കാൽസ്യം ഡെഫിഷ്യൻസി മൂലം ടൊമാറ്റോ ഫ്രൂട്ടുകളിൽ, അതിന്റെ പഴങ്ങളിൽ, തക്കാളിപ്പഴത്തിന്റെ ഞെടുപ്പിനോട് ചേർന്നുള്ള ഭാഗത്തുണ്ടാകുന്ന അഴുകൽ, അതിനെയാണ് ബ്ലോസം എൻറോട്ട് ഓഫ് ടൊമാറ്റോ എന്ന് പറയുന്നത്. കാൽസ്യം ഡെഫിഷ്യൻസി മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ രോഗമാണ് സാൻഡ്രോൺ, എ ക്ലോറോസിസ് ഓഫ് ടുബാക്കോ പ്ലാന്റ്സ് റിസൾട്ടിംഗ് ഫ്രം മഗ്നീഷ്യം ഡെഫിഷ്യൻസി. മഗ്നീഷ്യം ഡെഫിഷ്യൻസി മൂലം ടുബാക്കോ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഒരു ക്ലോറോസിസ് കണ്ടീഷൻ ആണ് സാൻഡ്രോൺ ഡിസീസ്. സാൻഡ്രോൺ. അപ്പൊ ആദ്യത്തേതാണ് ബ്ലോസം എൻറോട്ട് in tomato. It is due to deficiency of calcium. Second one, Sandron disease of tobacco due to magnesium deficiency. മൂന്നാമത്, sickle leaf disease. It is caused due to the deficiency of phosphorus. Phosphorus deficiency മൂലമുണ്ടാകുന്ന രോഗമാണ് sickle leaf disease. Then, grey speck disease in oats. Grey speck disease in oats. It is caused by മാംഗനീസ് ഡെഫിഷ്യൻസി. മാംഗനീസ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ഗ്രേ സ്പെക്ക് ഡിസീസ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഗ്രേ സ്പെക്ക് ഡിസീസ് is characterized by light green to grayish spots on the leaves. Then whiptail in cauliflower. Whiptail in cauliflower, it is caused by the deficiency of molybdenum. Molybdenum deficiency മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് whiptail in cauliflower. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 5 രോഗങ്ങളെ പറ്റിയിട്ടാണ് കണ്ടത്. 5 ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. കാൽസ്യം ഡെഫിഷ്യൻസി, ബ്ലോസം എൻറോട്ട് ഇൻ ടൊമാറ്റോ. Then magnesium deficiency, Sandron disease of tobacco plants. Then phosphorus deficiency, sickle leaf disease. Then manganese deficiency, grey speck disease in oats. Then whiptail due to molybdenum deficiency. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഡിസീസിലേക്ക് പോകാം. T yellow disease. T yellow disease, it is caused by the deficiency of sulfur. T yellow disease caused by the deficiency of sulfur. Then chlorosis. Chlorosis എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇലയൊക്കെ മഞ്ഞ കളറിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ക്ലോറോസിസ്. The yellowing of the plant leaves due to the lack of chlorophyll. It is primarily caused by the deficiency of essential nutrients like iron, magnesium
ആൻഡ് നൈട്രജൻ. ഇപ്പോൾ ഓരോ ടൈപ്പ് ക്ലോറോസിസ് ഉണ്ട്. ഇപ്പോൾ ക്ലോറോസിസ് ആദ്യം ഇന്റർവീനൽ ക്ലോറോസിസ് ഓഫ് ലീഫ് ആദ്യം തന്നെ യങ് ലീഫിനെയാണ് ഈ ഒരു ക്ലോറോസിസ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് ഡെഫിഷ്യൻസി ഓഫ് അയൺ ആണ്. ഇന്റർവീനൽ chlorosis of leaves first in younger leaves caused by the deficiency of iron. അതിപ്പോ older leafലാണ് എങ്കിൽ intervenal chlorosis of leaves first in older leaf and it is due to the deficiency of magnesium. രണ്ടും ക്ലിയർ ആണല്ലോ അല്ലെ? intervenal chlorosis ആദ്യം യങ്ങർ ലീഫിലാണ് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അയണും, അത് ഓൾഡർ ലീഫിലാണ് ഈ ഒരു ഇന്റർവീനൽ ക്ലോറോസിസ് കാണുന്നതെങ്കിൽ അതിന്റെ കാരണം മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയുമാണ്. ഓക്കെ, അടുത്തൊരെണ്ണം മാഗ്നീസ് ഡെഫിഷ്യൻസി ക്യാൻ കോസ് ഇന്റർവീനൽ ക്ലോറോസിസ് അലോങ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് സ്പെക് ലൈക്ക് ഓർ നെക്രോട്ടിക് സ്പോട്സ് ഓൺ ദ ലീവ്സ്. ഇപ്പോൾ ക്ലോറോസിന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ്? അയൺ, മഗ്നീഷ്യം, നൈട്രജൻ, ദെൻ മാംഗനസ്. ഇപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. Then അടുത്തത് ബ്രോൺസിങ് ഓഫ് ലീഫ്. ബ്രോൺസിങ് ഓഫ് ലീവ്സ് is a symptom associated with lack of chlorine. അപ്പം ക്ലോറിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബ്രോൺസിങ് ഓഫ് ലീഫ്. അതുപോലെ തന്നെ അത് വിൽട്ടിങ്ങിലേക്കും ലീഡ് ചെയ്യും. വിൽട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ തളർന്നു പോകുന്ന, വാടിപ്പോകുന്ന ഒരു കണ്ടീഷൻ, അതാണ് വിൽട്ടിംഗ്. ബ്രോൺസിങ് ഓഫ് ലീവ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ക്ലോറിൻ. അപ്പോൾ എല്ലാം ഒന്നും കൂടെ നോക്കാം. ഇവിടെ 6 ഉണ്ട്. ടി യെല്ലോ ഡിസീസ്, സൾഫർ ഡെഫിഷ്യൻസി, ക്ലോറോസിസ്, intervenal chlorosis of leaves first in younger leaf ആണെങ്കിൽ iron deficiency, first in older leaf ആണെങ്കിൽ magnesium deficiency, intervenal chlorosis along with development of speck-like or necrotic ഡെഡ് ആയിട്ടുള്ള സ്പോട്ട് ലീഫിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അത് മാംഗനീസ് ഡെഫിഷ്യൻസി, ദെൻ ബ്രോൺസിങ് ഓഫ് ലീഫ്, ക്ലോറിൻ ഡെഫിഷ്യൻസി. ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ 11ഓളം ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പഠിച്ചു. അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്ത ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് പോകാം. മൗസിയർ ഇൻ പെക്കൻ ട്രീസ്. പെക്കൻ ട്രീ അല്ലെ പൈക്കൻ മരങ്ങൾ. പൈക്കൻ ട്രീയിലെ മൗസിയർ ഡിസീസിന് കാരണം നിക്കൽ ഡെഫിഷ്യൻസി ആണ്. നിക്കൽ ഡെഫിഷ്യൻസി. Mousier in pecan trees refers to an anomalous growth disorder caused by the nickel deficiency, which result in dark, poorly developed shoot with abnormal foliage. ഇവിടെ കാണിച്ചിരിക്കുന്ന picture. Then, mottled leaf in citrus plants. It is due to zinc deficiency. Mottled leaf in citrus plants due to zinc deficiency. It leading to the interveinal chlorosis allowing between green veins and reduced leaf size. Okay, അപ്പോൾ നമ്മൾ ഒരു 10ലധികം മിനറൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പ്ലാന്റ്സിൽ കാണുന്നത് പഠിച്ചു. ഇതെല്ലാം തന്നെ പല വർഷങ്ങളിലായിട്ട് ഗെറ്റഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്നുള്ളതായിരിക്കും. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഒരു ഇത്തിരി എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഈ ഒരു ഡിസീസസും അതിന്റെ ഡെഫിഷ്യൻസി, എന്തിന്റെ ഡെഫിഷ്യൻസി ആണ് ആ ഒരു ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താലോ? രണ്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വിറ്റേൽ ഓഫ് കോളിഫ്ലവർ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്, എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് വിപ്റ്റെയിൽ ഓഫ് കോളിഫ്ലവർ ഉണ്ടാവുന്നത്? അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സിക്കിൾ ലീഫ് ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. സിക്കിൾ ലീഫ് ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ തിരിച്ചു പോയി വീണ്ടും ആദ്യമേ തൊട്ട് വീഡിയോ കണ്ട് അത് പഠിച്ചിട്ട് തന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് വിത്ത് ദർ ജനറ്റിക് മേക്കപ്പ്. നമുക്കറിയാം ജനറ്റിക് ഡിസോർഡേഴ്സ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ജീൻ ഓർ ഇൻ ക്രോമസോം. രണ്ട് രീതിയിലാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് വരുന്നത്, മെന്റേലിയൻ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സും. മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റനൂറിയ, തലാസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതെല്ലാം മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ്. ഹിമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇതെല്ലാം വരുന്നത് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ. ഇപ്പോൾ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം,
ഇത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു രോഗങ്ങളെ പറ്റിയിട്ട് ഈ ഓരോ ക്രോമസോമൽ അബ്നോർമാലിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഏത് ക്രോമസോമിന്റെ പ്ലോയിഡി കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ക്രോമസോമൽ abnormalities. Abnormalities in the number or structure of chromosomes can cause this disorders. If chromatids fail to separate during the cell division, it leads to an abnormal number of chromosomes. This condition is called aneuploidy. ഇപ്പോൾ ക്രോമാറ്റിഡ്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സെൽ ഡിവിഷൻ ടൈമിൽ സെപ്പറേറ്റഡ് ആയില്ല എങ്കിൽ ക്രോമസോമിന്റെ നമ്പറിൽ നോർമാലിറ്റി വരും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. അന്യൂപ്ലോയിഡി പല ടൈപ്പ് ഉണ്ട്. മോണോസോമി, ലോസ് ഓഫ് വൺ ക്രോമസോം, ഒരു ക്രോമസോം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മോണോസോമി. ദെൻ ട്രൈസോമി, എക്സ്ട്രാ വൺ ക്രോമസോം വരുന്ന അവസ്ഥ ട്രൈസോമി. നോർമലി നമുക്ക് 2 ക്രോമസോംസ് അല്ലേ, +1 അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ആണ്. 1 എക്സ്ട്രാ ക്രോമോസോം ആണ് ട്രൈസോമി കണ്ടീഷൻ. ദെൻ ടെട്രാസോമി, 2 എക്സ്ട്രാ ക്രോമോസോം. നോർമലി 2 ഉള്ളിടത്ത് 4 വരുന്ന കണ്ടീഷൻ ആണ് ടെട്രാസോമി. Normally humans have 46 chromosome which means 23 pairs of chromosome. അതിനകത്ത് 22 pairs എന്നുള്ളത് ഓട്ടോസോംസും 1 pair സെക്സ് ക്രോമോസോംസ് അല്ലെങ്കിൽ അലോസോംസും ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. 22 pairs ഓട്ടോസോംസും 1 pair അലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമോസോംസും ആണ്. നമ്മുടെ ആ ഒരു കറക്റ്റ് 46 ക്രോമോസോമിൽ ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ഒക്കെ ചെയ്യുന്നത് പലതരത്തിലുള്ള രോഗങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് മേ ഹാവ് ആൻ എക്സ്ട്രാ ഓർ മിസ്സിംഗ് ക്രോമോസോം ലീഡിംഗ് ടു സീരിയസ് ഡിസോർഡേഴ്സ് ലൈക്ക് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുന്നത് ഓട്ടോസോമിലാണ് എങ്കിൽ അതിനെ നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അത് നമ്മൾ പറഞ്ഞല്ലോ 44 ക്രോമോസോം പ്ലസ് 2 ക്രോമോസോം അല്ലെങ്കിൽ 22 പെയർ അല്ലെങ്കിൽ ആ ഒരു 22 പെയറിലാണ് ക്രോമോസോം അഡീഷൻ വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് വൺ ആണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മംഗോളിസം. ഡൗൺ സിൻഡ്രോം ഉണ്ടാവാൻ കാരണം extra chromosome on 21st pair. 21st ക്രോമോസോം പെയറിന്റെ കൂടെ ഒരു ക്രോമോസോം അഡീഷണലി വരുന്ന കണ്ടീഷൻ. അപ്പോൾ എന്തായി? അതൊരു ട്രൈസോമി ആയി. അപ്പോൾ ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്നത് ട്രൈസോമി 21 എന്നാണ്. ട്രൈസോമി 21 എന്നാണ്. അപ്പോൾ ഈ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളിലെ ടോട്ടൽ ക്രോമോസോം നമ്പർ എത്രയായിരിക്കും? 46 ക്രോമോസോംസ് ആയിരിക്കും അവരിൽ കാണപ്പെടുന്നത്. അടുത്തതാണ് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോം ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ഇവിടെ ക്രോമോസോം നമ്പർ 18ലാണ് ഒരു എക്സ്ട്രാ ക്രോമോസോം വരുന്നത്. അപ്പോൾ 18, ട്രൈസോമി 18. എഡ്വേർഡ് സിൻഡ്രോം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രൈസോമി 18. Then it is caused by an extra chromosome in its 18th pair. 18th പെയറിൽ ഒരു എക്സ്ട്രാ ക്രോമോസോം വരുന്നു. അപ്പോൾ 18th ക്രോമോസോം എന്നുള്ളത് ഓട്ടോസോംസ് ആണ്. സോ ഓട്ടോസോമൽ ഡിസോർഡർ ആണ് എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 18. ദെൻ അടുത്തതാണ് പാറ്റോ സിൻഡ്രോം. പാറ്റോ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 13, എക്സ്ട്രാ ക്രോമോസോം ഓൺ 13th പെയർ ഓഫ് ക്രോമോസോം. അപ്പോൾ നമ്മൾ കണ്ട 3 എണ്ണമാണ് ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പ്ലേറ്റോ സിൻഡ്രോം ഒക്കെയാണ് ഓട്ടോസോമൽ ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, ട്രൈസോമി ഓഫ് 21st ക്രോമോസോം അല്ലെങ്കിൽ ട്രൈസോമി 21, എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 18, പ്ലേറ്റോ സിൻഡ്രോം ട്രൈസോമി 13. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ കാണുന്നത് അലോസോമൽ ഡിസോർഡേഴ്സ്. സെക്സ് ക്രോമോസോംസ്, നമുക്ക് 1 പെയർ സെക്സ് ക്രോമോസോംസ് ആണല്ലോ. ആ ഒരു 1 പെയറിൽ ഒരെണ്ണം അഡീഷണൽ വരികയോ ഒരെണ്ണം ഇല്ലാതിരിക്കുകയോ ഒക്കെ വരുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ. അതിനെയാണ് നമ്മൾ അലോസോമൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സെക്സ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അല്ലെങ്കിൽ KS എന്ന് പറയുന്നത്. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അറിയപ്പെടുന്നത് XXY സിൻഡ്രോം എന്ന് കൂടിയാണ്. XXY സിൻഡ്രോം കാരണം എന്താണ്? നോർമലി ഒരു മെയിലാണ് സാധാരണയായിട്ട് ഇത് കാണപ്പെടുന്നത്. മെയിലിൽ സാധാരണ എങ്ങനെയാണ്? XY അല്ലേ കാണുള്ളൂ. അപ്പൊ അത് കൂടാതെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോം, മെയിൽസ് ബോൺ വിത്ത് ആൻ എക്സ്ട്രാ എക്സ് ക്രോമോസോം, ആ ഒരു കണ്ടീഷനാണ് ക്ലൈൻഫിൽട്ടേഴ്സ് syndrome. Normal men has XY, but in Klinefelter's it is
XXY. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം an extra X chromosome. ഇത് മെയിലാണ് XXY സിൻഡ്രോം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ദെൻ അടുത്തത് ടേണർ സിൻഡ്രോം. ഇപ്പോൾ ടേണർ സിൻഡ്രോം ഫീമെയിൽസിലാണ്. ഇപ്പോൾ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം മെയിലില്, ടേണർ സിൻഡ്രോം ഫീമെയിലാണ്. ഇത് എങ്ങനെയാണ്? ആബ്സെൻസ് ഓഫ് വൺ എക്സ് ക്രോമോസോം. ഫീമെയിലിൽ എങ്ങനെയാണ്? 2 എക്സ് ക്രോമോസോംസ് ആണല്ലോ അലോസോംസ് ആയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം ഇല്ലാത്ത കണ്ടീഷൻ, എക്സ് സീറോ കണ്ടീഷൻ, ആബ്സെൻസ് ഓഫ് വൺ എക്സ് ക്രോമോസോം. അപ്പൊ അതാണ് ടേണർ സിൻഡ്രോം. They have only 45 chromosome. They have only 45 chromosomes. നമുക്ക് നോർമലി 46 ആണ്. പക്ഷെ ഇവരുടെ കേസിൽ അത് 45 ക്രോമോസോംസേ ഉണ്ടാവത്തുള്ളൂ. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഉള്ളവരുടെ കേസിൽ എങ്ങനെയാണ്? 47 ക്രോമോസോംസ് ഉണ്ടാവും. കാരണം ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോംസ് ആഡ് ആയിട്ടുണ്ട് ഈ ഒരു അലോസോമിന്റെ കൂടെ. അപ്പോൾ ഇവിടെ ക്ലൈൻഫിൽട്ടേഴ്സിന് 47 ക്രോമോസോം ആയിരിക്കും അവരുടെ ടോട്ടൽ. അതേസമയം ടേണർ സിൻഡ്രോമിൽ 45 ക്രോമോസോം ആയിരിക്കും അവരുടെ ടോട്ടൽ ക്രോമോസോം നമ്പർ വരിക. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആണല്ലോ അല്ലേ? ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഓട്ടോസോമലും ഉണ്ട്, അലോസോമലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആൻസറിലേക്ക് പോകാം. ഡൗൺ സിൻഡ്രോം ഏതാണ്? ട്രൈസോമി 21. ദെൻ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോം അല്ലെങ്കിൽ XXY സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ടേണർ സിൻഡ്രോം ആബ്സെൻസ് ഓഫ് വൺ എക്സ് ക്രോമോസോം. എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 18. ദെൻ ട്രൈസോമി 13 എന്നുള്ളത് പെറ്റാവ് സിൻഡ്രോം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിൽ നാഷണൽ പാർക്കുകൾ ബേസ്ഡ് ആയിട്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക് ഏത് വേണമെങ്കിലും ബേസ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അത് ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ എന്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഒരു സൈഡിൽ നാഷണൽ പാർക്കുകളുടെ ലിസ്റ്റും നെക്സ്റ്റ് കോളത്തിൽ അത് ഏത് സ്റ്റേറ്റിൽ കാണുന്നു, ഏത് സ്റ്റേറ്റിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നത് സെപ്റ്റംബർ 2013 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബയോ ഡൈവേഴ്സിറ്റി കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ പാർക്കുകളെ പറ്റിയിട്ടാണ്. നാഷണൽ പാർക്കുകൾ അവ ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനി ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ജിം കോബർട്ട് നാഷണൽ പാർക്ക്, ഗ ഫോറസ്റ്റ് നാഷണൽ പാർക്ക്, ഗണ്ടി നാഷണൽ പാർക്ക്. അപ്പോൾ അത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക, ഉത്തരാഖണ്ഡ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ചു തന്നെ ഈ ഒരു ഏരിയ നമുക്ക് നാഷണൽ പാർക്കുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് എന്താണ് നാഷണൽ പാർക്ക്? എ നാഷണൽ പാർക്ക് ഈസ് ആൻ ഏരിയ സ്ട്രിക്ട്ലി റിസർവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അവിടെ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ അലൗഡ് അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റീസ് സച്ച് ആസ് അഫോറസ്റ്റേഷൻ, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ഹണ്ടിങ്, പോച്ചിങ് ആൻഡ് ഗ്രേസിംഗ് ഇൻ അഗ്രികൾച്ചർ ആർ നോട്ട് പെർമിറ്റഡ് ഇൻ നാഷണൽ പാർക്ക് ഏരിയ. കേരളത്തിൽ 6 നാഷണൽ പാർക്കുകളാണുള്ളത്. എരവിപുരം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്. അത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. ഇതാണ് കേരളത്തിലെ നാഷണൽ പാർക്ക്. ഇനി നമ്മൾ കാണുന്നത് കേറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മേജർ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. ഇത് പലതവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. സോ മിനിമം ഇത്ര എണ്ണമെങ്കിലും നമ്മൾ കുറെ നാഷണൽ പാർക്കുകൾ, ഒരു 15ഓളം നാഷണൽ പാർക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിനിമം ഇത്രയും നാഷണൽ പാർക്കുകളും അവ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റുകൾ കൂടി പഠിച്ചിട്ട് വേണം എക്സാമിലേക്ക് പോകാനായിട്ട്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശ്, രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്നു. നംത നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ഗസിരംഗ നാഷണൽ പാർക്ക് ആസാമിൽ സ്ഥിതി ചെയ്യുന്നു. ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്ത്, ഗിർഗംഗ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്, പിൻവാലി നാഷണൽ പാർക്ക് അതും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്, കാഞ്ചൻസോങ്ങ നാഷണൽ പാർക്ക് സിക്കിമിലാണ്. കിയോല
ഡാലിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തന്നെയായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാഞ്ചൻജോംഗ നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. ദെൻ ക്യോഡാൽഡിയോ നാഷണൽ പാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ദെൻ ഗസിരംഗ നാഷണൽ പാർക്ക് ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ ഇതും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. നന്ദാദേവി നാഷണൽ പാർക്ക് ഇതും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. സോ നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും പല വർഷങ്ങളിൽ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. സോ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് തന്നെ ഈ ഒരു ഏരിയ പഠിച്ചിട്ട് എക്സാമിലേക്ക് പോവുക. സുന്ദർബൻ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. സലീം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ ഒരു നാഷണൽ പാർക്കുകളെ പറ്റിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ് അതും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. മറ്റൊരെണ്ണമാണ് നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ഇന്ത്യയിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഹിമാലയൻ, ഇന്തോ ബർമ റീജിയൻ, വെസ്റ്റേൺ ഗാട്സ്, സുന്ദർലാൻഡ്. അതും ഓർത്തു വെക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ 19 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണുള്ളത്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ റിവൈസ് ചെയ്യുക. ഇതിലെല്ലാത്തിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് നാഷണൽ പാർക്കുകൾ ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ്ലി കണ്ട ഈ ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് വരിക? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടക. അപ്പോൾ A3 ആണ് ആൻസർ വരിക. അപ്പോൾ A3 ഉള്ള 3 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ്. അപ്പോൾ B4 വരുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ A ആണോ C ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്നു. ദെൻ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ C2 ആണ് വരുന്നത്. C2 ഓപ്ഷൻ വരുന്നത് സിയിലാണ്. ദെൻ ലാസ്റ്റ് വൺ ഗണ്ടി നാഷണൽ പാർക്ക്, അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഈ ഒരു പോർഷൻ പഠിച്ചു തീർക്കുക. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആനിമൽ കിങ്ഡത്തിൽ നിന്നാണ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സൈഡിലെ ആനിമൽസിലെ നമ്മൾ 11 ഫൈലംസ് ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ ആ ഒരു 11 ഫൈലംസിലെ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ പേരാണ് തന്നിരിക്കുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾ, ഫ്ലെയിം സെൽസ്, പ്രൊബോസസ് ഗ്ലാൻഡ്, നെഫ്രീരിയ. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് കോളം 2 തന്നിരിക്കുന്നത് എക്സാമ്പിൾസ്, ഓരോ ഫൈലത്തിലെയും ചില ജീവികളുടെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആനിമൽ കിങ്ഡം ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ അതിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, ലോക്കോമോട്ടറി ഓർഗൻസ്, ഫീഡിംഗ് ഓർഗൻസ്, അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും പഠിക്കുക. അതോടൊപ്പം ഓരോ ഫൈലത്തിലെയും മെമ്പേഴ്സിന്റെ പേരുകൾ പഠിക്കുക. അതുപോലെ കോമൺ നെയിമുകൾ, നിക് നെയിംസ്, അതൊക്കെ നമ്മൾ ഈ ഒരു ആനിമൽ കിങ്ഡത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ആനിമൽ കിങ്ഡത്തിലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആനിമൽ കിങ്ഡത്തിലെ എക്സ്ക്രീറ്ററി ഓർഗൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാകും. ശേഷം നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. എക്സ്ക്രീറ്ററി ഓർഗൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഫസ്റ്റ്ലി പോറിഫറയിൽ എക്സ്ക്രീഷൻ നടക്കുന്നത് ഓസ്കുലം ഡിഫ്യൂഷൻ വഴിയാണ് പ്രധാനമായിട്ടും പോറിഫറ മെമ്പേഴ്സിൽ എക്സ്ക്രീഷൻ നടക്കുന്നത്. സീലൻഡ്രൈൻ, അത് നൈഡേറിയ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നൈഡേറിയയിൽ മൗത്തിലൂടെയാണ്. ദെൻ ടിനോഫോറ, ട്യൂബ്സ് ഓപ്പൺ ടു ദ ഔട്ട്സൈഡ്, മൗത്താണ് എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലേക്ക്, ഹയർ ഫൈലത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് പെർട്ടിക്കുലർ ഓർഗൻസ് തന്നെ ഈ ഒരു എക്സ്ക്രീഷന് വേണ്ടിയിട്ടുള്ളത്. പ്ലാറ്റി ഹെൽമിന്തസ്, ഫ്ലാറ്റ് വോംസ്. ഓക്കെ, ഈ ഒരു ഫ്ലാറ്റ് വോമിൽ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് സൊളനോസിസ്റ്റ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സൊളനോസിസ്റ്റ് ഏത് ഫൈലത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്?
പ്ലാറ്റി ഹെൽമിന്തസിലെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് സോളനോസിസ്റ്റ്. അതുപോലെ ഫ്ലെയിം സെൽസ് നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യനിലും ഈ ഒരു ഫ്ലെയിം സെൽസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ പ്രോട്ടോനെഫ്രീഡിയ. പ്ലാറ്റി ഹെൽമിന്തസിൽ 3 എണ്ണമാണ് വരുന്നത്. സോളനോസിസ്റ്റ്, അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ്, അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. അടുത്തതിലേക്ക് പോകുന്നു. ആഷ് ഹെൽമിന്തസ്, അവിടെയും ഫോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ റെനറ്റ് സെൽ, എച്ച് ഷേപ്ഡ് എക്സ്ക്രീറ്ററി ട്യൂബ് ആണ് റെനറ്റ് സെൽ. ദെൻ അനിലിഡ്സിന്റെ കേസിൽ നെഫ്രീഡിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത്. ആർത്രോപോഡ, ഗ്രീൻ ഗ്ലാൻഡ് എന്തിനു വേണ്ടിയിട്ടുള്ള ഓർഗൻ ആണെന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മാൽപീജിയൻ ട്യൂബ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ആർത്രോപോഡയിലെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഗ്രീൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ കോആക്സൽ ഗ്ലാൻഡ്. ദെൻ മൊളസ്കിലെ ഓർഗൻ ഓഫ് ബോജാനസ് കെർബേഴ്സ് ഓർഗൻ മൊളസ്കയില്. ദെൻ എക്കിനോഡെർമേറ്റയില് ഡിസ്റ്റന്റ് ഓർഗൻ ഇല്ല. എനസിലൂടെയാണ് നൈട്രോജനസ് വേസ്റ്റുകൾ പുറത്തു പോകുന്നത്, ഡിഫ്യൂഷൻ ത്രൂ ട്യൂബ് ഫീറ്റ്. ദെൻ ഹെമികോർഡേറ്റ്, പ്രൊബോസസ് ഗ്ലാൻഡ്, ഇതും ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൊബോസസ് ഗ്ലാൻഡ് ഹെമികോർഡേറ്റിലെ എക്സ്ക്രീറ്ററി ഓർഗൻ. ദെൻ കോർഡേറ്റ്സിലെ കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് എക്സാമിലേക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോയാലോ. മാൽപീജിയൻ ട്യൂബ് നമ്മൾ പറഞ്ഞു ആർത്രോപോഡയിലെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ആർത്രോപോഡ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിൽ ആർത്രോപോഡയിൽ വരുന്നത് ലോക്കോസ്റ്റ് ആണ്. ലോക്കസ്റ്റിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. അപ്പോൾ 1-4 ആണ് വരുന്നത്. അപ്പോൾ 1-4 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഫ്ലെയിം സെൽസ് എവിടത്തെയാണ്? ഫ്ലെയിം സെൽസ് പ്ലാറ്റി ഹെൽമിന്തസ് ഫാസിയോള. അപ്പോൾ B1. അപ്പോൾ B1 വരുന്ന ഓപ്ഷൻ ഇതാണ്. ഓക്കെ. ദെൻ പ്രൊബോസസ് ഗ്ലാൻഡ്, ഹെമികോർഡേറ്റ്സ്. അപ്പോൾ ഹെമികോർഡേറ്റിന്റെ എക്സാമ്പിൾ ആണ് ബലാനോ ഗ്ലോസ്. ദെൻ C2. Oh, yes. Then Nephridia, Annelids, Nereus. Then D3. കറക്റ്റ് ഓപ്ഷൻ ഇവിടെ D ആണ് വരുന്നത്. ഓക്കെ. ഇത്തരത്തിൽ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ ആണ്. ഇതിപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗൻ റിലേറ്റഡ് ആയിട്ടാണല്ലോ പഠിച്ചത്. മറ്റൊരു ഏരിയ ആണ് ഇതിന്റെ നിക് നെയിംസ് ബേസ്ഡ് ആയിട്ട്. ഓക്കെ. ആ ഒരു ഏരിയയ്ക്ക് കൂടി ആനിമൽ കിങ്ഡം പഠിക്കുമ്പോൾ ഫോക്കസ് കൊടുക്കും. ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക. ഓക്കെ. ഇത് DNA റെപ്ലിക്കേഷൻ മോളിക്കുലാർ ബയോളജി പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റെപ്ലിക്കേഷൻ ബബിളും റെപ്ലിക്കേഷൻ ഫോർക്ക് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും ഇവിടെ 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു 5 സ്റ്റേറ്റ്മെന്റ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇൻ പ്രോക്യാരിയോട്സ് there is a single replication bubble. In prokaryotes there is a single replication bubble. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഈ ഒരു പിക്ചർ നോക്കിക്കേ. പ്രോക്യാരിയോട്ടിന്റെ കേസിൽ അത് സിംഗിൾ സർക്കുലർ ക്രോമോസോം ആണ് ഉള്ളത്. സിംഗിൾ സർക്കുലർ ക്രോമോസോമിൽ ഒരു സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു സിംഗിൾ റെപ്ലിക്കേഷൻ ബബിൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then in prokaryote there are 2 replication bubbles. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? പ്രോക്യാരിയോട്സിന്റെ കേസിൽ സിംഗിൾ റെപ്ലിക്കേഷൻ ബബിളേ ഉള്ളൂ. സോ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. In prokaryotes there are 2 replication fork in a replication bubble. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നോക്കൂ. ഇത് ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക്. ദെൻ അടുത്ത റെപ്ലിക്കേഷൻ ഫോർക്ക് ആണിത്. അപ്പോൾ പ്രോക്യാരിയോട്ടിന്റെ കേസിൽ 2 റെപ്ലിക്കേഷൻ ഫോർക്കുകൾ കാണപ്പെടുന്നുണ്ട്. ഒരു റെപ്ലിക്കേഷൻ ബബിൾ ബൈഡയറക്ഷനിലാണ് ഇവിടെ റെപ്ലിക്കേഷൻ. സോ 2 റെപ്ലിക്കേഷൻ ഫോർക്കുകൾ കാണപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി അടുത്ത യൂക്കാരിയോട്ടിന്റെ കേസിലേക്ക് പോവാണേ. ഇൻ യൂക്കാരിയോട്സ് there are 2 replication bubbles and 2 replication fork. യൂക്കാരിയോട്സിന്റെ കേസിൽ 2 replication bubble എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? മൾട്ടിപ്പിൾ. ഓക്കെ. യൂക്കാരിയോട്സിന്റെ കേസിൽ മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ ബബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം റെപ്ലിക്കേഷൻ ബബിൾസ് എത്രയുണ്ടോ അതിന്റെ ഇരട്ടി നമുക്ക് പറയാം റെപ്ലിക്കേഷൻ ഫോർക്കുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്.
റോങ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ദെൻ ഇൻ യൂക്കാരിയോട്സ് there are several replication bubble. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നമ്മൾ ഇത് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 3, 1, 3, 4, 5. ഓക്കെ, 1, 3, 5. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ്. സോ ഈ ഒരു ഏരിയാസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇതെല്ലാം പഠിക്കുക. അങ്ങനെ നമ്മളുടെ കേറ്ററ്റ് എക്സാമിന് വിജയിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.